ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഹെയർ കെയറിങ് വീഡിയോ ആണ്. നല്ലൊരു ഹെയർ ടിപ്പ് അല്ലെങ്കിൽ ഒരു പാക്ക് എന്ന് പറയാം. അപ്പോൾ ഞാൻ ഇതിനായിട്ട് യൂസ് ചെയ്യുന്ന ചെമ്പരത്തിയുടെ പൂവ് ഇല, പിന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കയ്യോന്നി, പിന്നെ നമ്മുടെ കറി ലീവ്സാണ്. ഭൃംഗരാജ്, അതായത് കയ്യോന്നി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി, എങ്കിലും കുഴപ്പമില്ല, ഞാനത് സംഘടിപ്പിച്ചെടുത്തു. അത് നന്നായി കഴുകിക്കൊണ്ട് നമ്മൾ ആദ്യം വൃത്തിയാക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. എന്തൊരു ടിപ്പാണെങ്കിലും പാക്കാണെങ്കിലും ഇലവർഗ്ഗത്തിൽപ്പെട്ടത് പൂക്കളൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആദ്യം കഴുകി വൃത്തിയാക്കുക. അപ്പം ഞാൻ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിനോട് ചേരുവയും കൂടി ഞാൻ ചേർക്കേണ്ട. ചേരുവയാണ് നമ്മുടെ തേങ്ങ. എൻ്റെ മുടി നല്ല ഡ്രൈ ആയതുകൊണ്ടാണ് ഞാൻ തേങ്ങ ചേർക്കുന്നത്. നിങ്ങൾ ഡ്രൈ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചേർക്കണമെന്ന് ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ ചേർക്കാം. തേങ്ങയ്ക്ക് പകരം കറ്റാർവാഴയുള്ളവർക്ക് അത് ചേർക്കാം. നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് തേക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അത് നമുക്കൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരണം. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ഈ ഇലകളിലൊക്കെ എന്തെങ്കിലും കീടങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. മുടി വളരാനായിട്ട് ഏറ്റവും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണത്. അടിപൊളി പാക്കാണ്. എനിക്ക് നല്ല റിസൾട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നല്ല പേസ്റ്റ് പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഞാനിത് ഇങ്ങനെ തന്നെ അങ്ങ് അരിച്ച് തേക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പിഴിഞ്ഞ് ഒരു തുണിയുടെ കഷ്ണത്തിൽ പിഴിഞ്ഞ് നീരാക്കി തേച്ചാൽ അതും ഇച്ചിരി കൂടി നല്ലതാണ്. എനിക്ക് അതിനുള്ള സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് തേക്കുന്നത്. പക്ഷെ കഴുകുമ്പോൾ തല നന്നായി ക്ലിയറായി കഴുകണ്ടോയെന്ന്, കഴുകി തലയിൽ അഴുക്ക് പോകുന്നുണ്ടോ നിങ്ങൾ നോക്കിയാൽ മതി. കാരണം ഇത് കെട്ടിക്കിടന്നാൽ നമുക്ക് താരനുണ്ടാവും. അപ്പോൾ ശരിക്കും ഒന്നെങ്കിൽ നന്നായി കഴുകുക, അല്ലെങ്കിൽ പിഴിഞ്ഞ് നീര് മാത്രം എടുത്ത് തേക്കുക. നല്ലൊരു പാക്കാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.